സർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് 2016 പഠിച്ച റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഇലക്ട്രിക് ബസ്സസ് ഗ്യാരണ്ടി 20% മോർ റവന്യൂ ആൻഡ് 82% മോർ പ്രോഫിറ്റ് ദാൻ ഡീസൽ ബസ്സസ് എന്നാ പറഞ്ഞത്. സർ, ബസ്സിന് എത്ര കാലം ആയുഷുണ്ടെന്ന് ഒരു ചോദിച്ചല്ലോ. ഈ ബസ് ലാഭകരമാണെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന് മറുപടിയുമായി മുൻമന്ത്രി ആന്റണി രാജു. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ ബസ് ലാഭകരമാണ്. ഞങ്ങളിട്ടാൽ ബർമൂഡ, മറ്റുള്ളവരെങ്കിൽ വള്ളി നിക്കർ. ഇതാണ് പ്രതിപക്ഷ നിലപാടെന്നും ആന്റണി രാജു വിമർശിച്ചു. ആന്റണി രാജു പറഞ്ഞത് KB ഗണേഷ് കുമാറിനുള്ള മറുപടിയാണെന്നാണ് PK ബഷീർ MLA പ്രതികരിച്ചത്. സർ, ബസ്സിനെ കുറിച്ച് ക്രസിൽ പഠിച്ചു കൊടുത്ത റിപ്പോർട്ട് എന്താണ്? സർ, ഈ ബസ്സസ് ലൈഫ് 15 years സ്പാൻ. 6 to 7 years വർഷമാകുമ്പോൾ ബ്രേക്ക് ഈവൻ ആവുന്നതാണ് പറയുന്നത്. സർ, ഇത് വസ്തുതകളൊന്നും പഠിക്കാതെ, കാര്യങ്ങൾ പഠിക്കാതെ, മനസ്സിലാക്കാതെ അന്ധരാനെ കണ്ടതുപോലെയാണ് സർ പ്രതിപക്ഷം വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ടുന്നതുപോലെ സാർ പറയാൻ. സർ, നിങ്ങളുടെ കാലത്ത് നടക്കാത്തൊന്നും പിണറായി സർക്കാരിന്റെ കാലത്ത് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ ആരോപണങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ സർ മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെതിരെ വ്യാജ ആരോപണങ്ങൾ. സർ, നിങ്ങൾ കണക്കില്ല എന്നിവിടെ ഈ വിൻസെന്റ് സാർ ഈ നിയമസഭയിലും പറഞ്ഞു, പുറത്തും പറഞ്ഞല്ലോ. സർ, രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2021 2014 15 വരെ മാത്രമാണ് ഓഡിറ്റ് നടന്നത്. സർ, 2023 ഡിസംബർ ആയപ്പോൾ 2021 22 വരെയുള്ള കണക്ക് ഓഡിറ്റ് ചെയ്ത് AGക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. സർ, IT GST റിട്ടേണുകൾ മുഴുവനായി ഫയൽ ചെയ്തു. സാർ, എന്നിട്ടും പറയുകയാണ് സാർ കണക്കിൽ. സാർ, ഇവർ കഥ അറിയാതെ ആട്ടം കാണുകയാണ്. സാർ,